വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്തു വെച്ച കഥാപാത്രത്തെയോ കുറച്ചുപേരൊക്കെ ചിരിച്ചുവെങ്കിലും കിട്ടിയ ചെല്ലപ്പേരൊക്കെ വെച്ച് നോക്കിയാൽ ഇതിൻ്റെ 7 അയലെ തന്നെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല. എങ്കിലും ഈ അവസരത്തിന് മധുവിനോട് നന്ദി പറയുന്നു. ഒരു പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശയായിട്ടല്ല എനിക്കിത് തോന്നിയിട്ടുള്ളത്. എന്നാൽ മനസ്സിൽ നിന്ന് വളരെ നേരം ചിരി മായാതിരിക്കുകയും ചെയ്യും ഈ ചിരിയുടെ കൊടിയേറ്റം എന്ന സഖാവിൻ്റെ പുസ്തകം. ഒരുപാട് പേരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. പ്രസംഗത്തിൽ വളരെ രസമായിട്ട് നയനാർ സഖാവിൻ്റെയും ലോനപ്പന്നമ്പാൻ സാറിൻ്റെയും പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് സീതി ഹാജി ഫലിതങ്ങൾ. അങ്ങനെ ഓർത്തു ചിരിക്കാനും അങ്ങനെ ഒത്തിരി നർമ്മം പറയുന്നവരുണ്ട്. വളരെ രസമായിട്ട് പറഞ്ഞ് ഒരുപാട് മൂർച്ചയുള്ള കാര്യങ്ങൾ എല്ലാവരിലും ഏൽപ്പിക്കാൻ കഴിയുന്നൊരു വഴിയാണത്. വളരെ എളുപ്പ വഴി, നല്ല വഴി. സീതി ഹാജി പറഞ്ഞിട്ടില്ലാത്ത പല കോമഡികളും പിന്നീട് പലരും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ചേർത്തിട്ടുണ്ടാവും തോന്നുന്നു. അത്രയ്ക്കും അങ്ങനെ ഓരോരുത്തരുടെയും പ്രസംഗത്തിൻ്റെ രീതികൾ വിലയിരുത്തിയിട്ടുണ്ട്. കോടിയേരി സഖാവിൻ്റെ പ്രസംഗത്തിലുള്ള വാക്കുകൾ ആരും നോവിക്കാതെ തന്നെ, എന്നാൽ എതിർകക്ഷിക്കൊന്ന് ചൂളിപ്പോകാവുന്നതും അവർക്കും ആസ്വദിക്കാവുന്നതും എപ്പോഴും നമുക്ക് ഒന്നുകൂടെ മറിച്ച് നോക്കാനും കഴിയുന്ന അത്രയും രസമായ രീതിയിൽ ഓരോന്നിനും അത് മറുപടി ആയിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഈ പുസ്തകത്തിലുള്ളത്. അത് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിച്ചാലും അത് തന്നെയാണ്, ആ മറുപടി തന്നെയാണ് അതിൽ ഏറ്റവും നന്നായി എന്ന് തന്നെ തോന്നും. ഒത്തിരി പേര് പുതിയ നേതാക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നവരൊക്കെ ഒത്തിരി പേര് വായിക്കേണ്ടതും എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ പ്രസംഗം കേൾക്കേണ്ടതുമാണ്. വളരെ സാവധാനം ആർക്കും വളരെ വ്യക്തമായിട്ട് എഴുതിയെടുക്കാവുന്ന അത്രയും സമാധാനത്തോടെ സ്ഫുടമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അത് ഒത്തിരി ഒത്തിരി ഇഷ്ടം തോന്നും. വീണ്ടും ഒരു ധൃതിയുമില്ല, ഒരു രോഷവുമില്ല. എന്നാൽ അത്രയും നന്നായി നമുക്ക് പ്രസംഗം ആസ്വദിക്കാൻ പാകത്തിനുള്ളതാണ് അച്യുതാനന്ദൻ സഖാവിൻ്റെ ആയാലും കോടിയേരി സഖാവിൻ്റെ ആയാലും ഒക്കെ ഉള്ള പ്രസംഗം. അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നു മധുവിന് നന്നായിട്ട് വഴങ്ങുകയും ചെയ്തു. മധു അവതരിപ്പിക്കുന്ന പരിപാടിയും അത്തരത്തിലുള്ളതാണ്. ആരെയും നോവിക്കാതെ വളരെ കൃത്യമായിട്ട് ഒരു കലാകാരൻ എങ്ങനെയാണത് ഒരു വിഷയം പറഞ്ഞ് അവതരിപ്പിക്കേണ്ടതെന്ന് മധു നന്നായി മധുവിൻ്റെ പ്രോഗ്രാമിലൂടെ കാണുന്നുണ്ട്. ഒത്തിരി പേര് ഇത്തരം കോമഡികൾ അവതരിപ്പിക്കാറുണ്ട്, ഒത്തിരി പരിപാടി കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എനിക്ക് കേരളത്തിലായിരിക്കും ഇത്രയും സമാധാനവും ആസ്വദിക്കുകയും അല്ലെങ്കിൽ ഉയർന്ന രാഷ്ട്രീയ ചിന്തയുള്ളവരുള്ളത് കൊണ്ടായിരിക്കും നമുക്ക് ആരെയും കളിയാക്കാനോ പരിഹസിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒന്നുകൂടെ അവർ ചെയ്ത അബദ്ധങ്ങളോ നല്ലതോ എടുത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനും എല്ലാവർക്കും ചിരിക്കാനും ഒക്കെ അവസരം കിട്ടുന്നത്. പക്ഷെ ചിലതൊക്കെ കുറച്ച് മിമിക്രി കോമഡി അങ്ങനെ തുടങ്ങി അല്ലാതെ തന്നെ ചാനലിൽ ചിലതൊക്കെ ഒരുപാട് വ്യക്തിഗതയാണെന്ന് നമുക്ക് തോന്നും. ഒരു വ്യക്തിയെ ഇച്ചിരി കൂടിപ്പോയില്ലേ എന്ന് തോന്നുന്ന രീതിയിലും പലരും അവതരിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ ഒരാളെ കളിയാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇത്രത്തോളമായി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പടത്തിൽ ദിലീപോ ഞാനോ സലീം കുമാറൊക്കെ അഭിനയിക്കുന്ന ഏതെങ്കിലും ഒരു പടത്തിൻ്റെ ഒരു സീനൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ഒരു പട്ടി കുരയ്ക്കുന്നതോ അല്ലെങ്കിൽ ആ പട്ടിയുടെ ഒച്ചയിൽ പട്ടിയെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ അവസാനിപ്പിക്കുന്ന പലതും കണ്ടിട്ടുണ്ട്. വല്ലാണ്ട് വിഷമം തോന്നുന്നത് അത് തമാശയ്ക്കും ഒത്തിരി അപ്പുറത്തായി പോകുന്നു. പക്ഷെ അതിന്ന് വളരെ വ്യത്യസ്തമായി വളരെ ശ്രദ്ധയോടെ മധുവിൻ്റെ പരിപാടി കൈകാര്യം ചെയ്യുന്നു. അതിൻ്റെ പ്രൗഢി തന്നെയാണ് മധു ഈ കോടിയേരി സഖാവിൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്തത്. എനിക്കിതിൽ ഒരുപാട് ഇഷ്ടം തോന്നിയത് കോടിയേരി സഖാവിൻ്റെയൊക്കെ ജയിൽ അടിയന്തരാവസ്ഥ സമയത്തുള്ള ജയിൽവാസത്തിനിടയ്ക്ക് ബാലകൃഷ്ണപിള്ള സാറുമൊക്കെ ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടും പിൽക്കാലത്ത് അവരുടെ രാഷ്ട്രീയ മാറ്റവും എന്നിട്ടും അവരുടെ നിലപാടുകളിൽ അവർ നിൽക്കുന്നുവെങ്കിലും വ്യക്തിപരമായി കാണിക്കേണ്ട സ്നേഹവും മര്യാദയൊക്കെ അദ്ദേഹം പിന്നീട് പറഞ്ഞത് കേട്ട പോലെ അഭിമാനം തോന്നി. അതാണ് ഇനിയിപ്പോൾ പുതിയ കാലത്ത് വരേണ്ട സഹാക്കന്മാർക്കോ നേതാക്കന്മാർക്കോ കൈവിട്ടു പോകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അത് അവർ തീർച്ചയായും അത് ഓർക്കുന്നതായിരിക്കും. ജയിലിൽ ബാലകൃഷ്ണ സാർക്ക് പിന്നീട് ചെയ്തു കൊടുക്കേണ്ടി വരുന്ന കാര്യവും നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്ത
ആ ഒരു മാനുഷികമായ ചില കാര്യങ്ങൾ എടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ അഭിമാനം തോന്നി. ഈ പുസ്തകം വളരെ സന്തോഷമുണ്ട്. എനിക്ക് മധുവിൻ്റെ പരിപാടി പോലെ തന്നെ ഈ സഹാക്കന്മാരുടെ, പ്രിയപ്പെട്ട സഹാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലും സന്തോഷം അറിയിക്കുന്നു. മധുവിന് പ്രത്യേകം നന്ദി. നമസ്കാരം. നന്ദി സാർ. മുഖ്യാതിഥിയായ കൊടിയേരി ബാലകൃഷ്ണൻ സാറിനെ സംസാരിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്നു.